നിയോഗത്താലി. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. അയാൾ ഒരു രണ്ടാം കെട്ടുകാരനല്ലേ അമ്മായി. ദേവി ഇത് ഈ കാര്യം പറഞ്ഞ് എന്നെ ഇനി നിർബന്ധിക്കരുത്. ഞാൻ കാല് പിടിക്കാം. പൊട്ടിക്കരികയാണ് ശ്രീനന്ദ. എടി അസത്തെ, അതിന് നിന്റെ സമ്മതം ആര് ചോദിച്ചു? വിവാഹം കഴിക്കാമോന്നല്ല ഞാൻ ചോദിച്ചത്, വിവാഹം കഴിച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. ശ്രീനന്ദയ്ക്ക് സങ്കടവും ദേഷ്യവുമൊക്കെ ഒരുപോലെ വന്നു. സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ തനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ അടിമയായി താനിവിടെ ജീവിക്കേണ്ടി വരില്ലായിരുന്നു. ആ നിമിഷം അവൾക്കേറെ പക തോന്നിയത് പെറ്റമ്മയോടാണ്. അന്ന് മരിക്കാൻ പോയപ്പോൾ തന്നെ ഇവർക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയതിന് ഒപ്പം കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു അമ്മേ. എങ്കിലും അമ്മയുടെ മോൾക്ക് ഇന്ന് ഈ ഗതി വരുമായിരുന്നോ? മുറിയുടെ ഏതോ കോണിലേക്ക് നോക്കി കണ്ണീരോടെ വിലപിച്ചു അവൾ. ദേ നോക്ക് സിന്ധു, ഈ ആലോചന നടന്നാൽ നമുക്ക് എന്തുകൊണ്ട് നല്ലതാണ്. നിങ്ങൾക്കും 2 പെൺകുട്ടികളല്ലേ വളർന്നു വരുന്നത്. അതുങ്ങളെ കെട്ടിച്ചു വിടാനും പഠിപ്പിക്കാനും ഒക്കെ ആവോളം പൊന്നും പണവും വേണ്ടേ? അതൊക്കെ തരാൻ കെൽപ്പുള്ളവരാണ് ശ്രീനിലയം തറവാട്ടുകാർ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ശ്രീനിലയം ടെക്സ്റ്റൈൽസ്, ശ്രീനിലയം ജ്വല്ലറി. പിന്നെ കവലയിലേക്കും സിറ്റിയിലേക്കും ഇറങ്ങിയാൽ നിരത്തിലോടുന്ന ബസ്സുകളെല്ലാം ശ്രീനിലയംകാരുടേതല്ലേ. സത്യം പറഞ്ഞാൽ സ്വപ്നം പോലൊരു ബന്ധമാണിത്. ഇത്രയുമൊക്കെ ഉള്ളവർ ഒരു തരി പൊന്നോ പണമോ ചോദിക്കാതെ കുട്ടിയെ മാത്രം മതിയെന്നല്ലേ പറഞ്ഞത്. സുഹൃതം എന്നല്ലാതെ എന്താ പറയാ? ബ്രോക്കർ നാരായണി പ്രസംഗം പറയുന്നത് പോലെ ശ്രീനിലയംകാരുടെ സവിശേഷതകളും അവരുടെ ആസ്തിയുടെ കണക്കുകളും എല്ലാം പറഞ്ഞു നിർത്തി. അയാളുടെ നാവിൽ നിന്ന് കേട്ട കാര്യങ്ങളിൽ കോരിത്തെരിച്ച് നിൽക്കുകയാണ് ശ്രീനന്ദയുടെ അമ്മായി സിന്ധു. അമ്മാവൻ സജീവൻ ഉമ്മറത്തെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. 4-ാം വയസ്സിൽ സഹോദരി കയ്യിലേൽപ്പിച്ചു പോയ കുഞ്ഞാണ്. ഇന്നവൾ വളർന്ന് 18-ാം വയസ്സിൽ എത്തി നിൽക്കുന്നു. ഇന്നലെയാണ് അവൾക്ക് 18 വയസ്സ് പൂർത്തിയായത്. അയാളുടെ മനസ്സ് കുറച്ചു വർഷങ്ങൾ പിന്നോട്ടുള്ള ഓർമ്മകളെ കൂടി സഞ്ചരിച്ചു. അവളുടെ അച്ഛൻ രാഘവനെ സ്നേഹിച്ചിറങ്ങിപ്പോയതാണ് അമ്മ ശ്രീദേവി. അന്നത്തെ കാലത്തത് വലിയ കോളിളക്കം സൃഷ്ടിച്ചെങ്കിലും പിന്നീട് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം താൻ അവളെയും ഭർത്താവിനെ അംഗീകരിച്ചു. മരിക്കുന്നിടം വരെ അച്ഛനും അമ്മയും അവളെ കാണാനോ അംഗീകരിക്കാനോ തയ്യാറായില്ല. ആയിടയ്ക്കാണ് രാഘവൻ കെട്ടിടം പണിക്ക് കേരളത്തിന് പുറത്തു പോയത്. അതും ശ്രീദേവി ശ്രീനന്ദയെ വയറ്റോടെ ഇരിക്കുന്ന നേരത്ത്. പണിസ്ഥലം അല്പം ദൂരെയായതുകൊണ്ട് തന്നെ രാഘവൻ മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോഴോ മാത്രമേ നാട്ടിലേക്ക് വരാറുള്ളൂ. പിന്നീട് മകൾ ജനിച്ച് ഏകദേശം 4 വർഷം കഴിഞ്ഞതോടെ രാഘവൻ വരാനെടുക്കുന്ന ഇടവേളകൾക്ക് ദൈർഘ്യമേറി. ആദ്യം ശ്രീദേവി അതൊന്നും കാര്യമാക്കിയില്ല. പിന്നീട് ആണ്ടിലൊരിക്കൽ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ അവർ രാഘവനെ നിർബന്ധിച്ചു. ദൂരെ ജോലിക്ക് പോകണ്ട, ഇവിടെ എവിടെയെങ്കിലും ജോലി നോക്കാമെന്ന്. അന്നയാൾ ശ്രീദേവിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ദേഷ്യത്തിൻ്റെ പുറത്ത് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക കൂടി ചെയ്തതോടെ പലരിൽ നിന്നായി ശ്രീദേവി അറിയാൻ തുടങ്ങി. ദൂരെ നാട്ടിൽ പണിക്ക് പോയ രാഘവന് അവിടെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന്. ശ്രീദേവിക്കത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. മോൾക്ക് വയ്യെന്ന് പറഞ്ഞ് ഒരിക്കലവർ രാഘവനെ വിളിച്ചു വരുത്തി വീട്ടിലേക്ക്. ശ്രീദേവിയും രാഘവനും വലിയ സംഘർഷങ്ങളുണ്ടായി. ശബ്ദം കേട്ട് വീട്ടിലേക്ക് അയലത്തുകാർ ഓടിക്കൂടി. ഒടുക്കം പോലീസുകാരെ വരെ വന്നു പ്രശ്നം പരിഹരിക്കാൻ. അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രാഘവൻ പറഞ്ഞു രാഘവന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും അയാൾക്കതിൽ 4 വയസ്സുള്ള ഒരു മകനുണ്ടെന്നും. പച്ചയായ സത്യങ്ങൾ തനിക്ക് മുമ്പിൽ വെളിവാക്കപ്പെട്ടപ്പോൾ ശ്രീദേവിക്ക് താങ്ങാനായില്ല. 4 വയസ്സുള്ള മകനെന്ന് പറയുമ്പോൾ 4 വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധം. തങ്ങളുടെ വിവാഹം കഴിഞ്ഞതിനും മാസങ്ങൾക്ക് ശേഷം അയാൾ അവരുമായി ബന്ധത്തിലായിരുന്നത്രേ. അതറിഞ്ഞവർ മൂക്കത്ത് വിരൽ വെച്ചു. എന്നാലും ഈ പെണ്ണിന് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് ചിലർ അവളുടെ സങ്കടത്തിൽ ഒപ്പം നിന്നപ്പോൾ മറ്റു ചിലർ ആ തന്തയുടെയും തള്ളയുടെയും മനസ്സ് വിഷമിപ്പിച്ച് ഇറങ്ങിപ്പോയവളല്ലേ, അവൾക്ക് ഈ ഗതി തന്നെ വരണമെന്ന് ആക്രോശിച്ചു. എല്ലാം കേട്ടുകൊണ്ട് ശ്രീദേവി തകർന്നു പോയ നിമിഷമായിരുന്നു അത്. അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കിനിടയിൽ പകച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ പെറ്റിക്കോട്ടണിഞ്ഞ് ഒരു 4 വയസ്സുകാരി പെൺകുട്ടി കണ്ണീരോടെ വാതിൽപ്പടിയിൽ നിന്നിരുന്നു. കണ്ടു നിന്നവർക്ക് പോലും സഹതാപം തോന്നിയ കാഴ്ച. അങ്ങനെ ശ്രീദേവിയുടെ ജീവിതം കണ്ട് സഹിക്കാനാവാതെ സജീവൻ അവളെയും മോളെയും വാടക വീട്ടിൽ നിന്ന് തറവാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആ സമയത്തൊക്കെ സിന്ധുവിന് ശ്രീദേവിയോടും ശ്രീനന്ദയോടും വലിയ കാര്യമായിരുന്നു.
സിന്ധുവിൻ്റെ ആ സ്നേഹമൊക്കെ ആത്മാർത്ഥമായിരുന്നുവെന്നാണ് ശ്രീദേവി കരുതിയത്. അതുകൊണ്ടാണല്ലോ ജീവൻ കളയാൻ പോയപ്പോഴും അവർ സ്വന്തം മകളെ സിന്ധു പൊന്നുപോലെ നോക്കുമെന്ന് കരുതി സ്വന്തം ഏട്ടനെ ഏൽപ്പിച്ചു പോയത്. ഏട്ടാ, എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണേ. നീ എവിടെ പോവോ ശ്രീദേവി? എവിടെയോ പോകാൻ തയ്യാറായി സാരിയൊക്കെ കൊടുത്തുവെന്ന് ശ്രീദേവി ശ്രീനന്ദയെ സജീവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സിറ്റി വരെ പോവാണ്. മോൾക്ക് നല്ല ഉടുപ്പൊന്നുമില്ല, കുറച്ച് ഉടുപ്പുകൾ മേടിക്കണം. ശരി, പോയിട്ട് വാ. അന്ന് പോയ ശ്രീദേവി പിന്നീട് വന്നില്ല. രാത്രി വരെ ശ്രീദേവിയും കാത്ത് ആ കുഞ്ഞിപ്പെണ്ണ് ഉമ്മർപ്പടിയിലിരുന്നു. നേരെ ഉരുട്ടി വെളുത്തിട്ടും ശ്രീദേവിയെ കാണാതായതോടെ സജീവൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പിന്നീട് പല ആളുകളിൽ നിന്നറിഞ്ഞു ശ്രീദേവി കടലിലേക്ക് പോകുന്നത് ആരോ കണ്ടെന്ന്. 2 ദിവസങ്ങൾ അവർക്കായി അന്വേഷണം കൃത്യമായി നടന്നെങ്കിലും അവരുടെ പൊടി പോലും കണ്ടെത്താൻ ആർക്ക് സാധിച്ചില്ല. 3-ാം പക്കം തീരെ തടിഞ്ഞൊരു ശരീരം, അത് ശ്രീദേവി ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ സജീവൻ ഇപ്പോഴും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സുന്ദരിയായിരുന്ന തൻ്റെ അനിയത്തി കടലിലെ ഉപ്പുവെള്ളത്തിൽ കിടന്ന് നീലിച്ച് മെലിഞ്ഞുണങ്ങിയവൾ കടൽവെള്ളം കുടിച്ചു വീർത്തു. ആ ഓർമ്മയിൽ പോലും ഇരുന്നിട്ടേ ഇരിപ്പുറയ്ക്കാതെ സജീവൻ ചാടി എഴുന്നേറ്റു. എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണേ ഏട്ട. ശ്രീദേവിയുടെ വാക്കുകൾ സജീവൻ്റെ ചെവിയിൽ വീണ്ടും മുഴങ്ങി. ഞാൻ നിസ്സഹായനായി പോയല്ലോ ശ്രീദേവി. നീ പറഞ്ഞതുപോലെ നിന്റെ മോളെ സംരക്ഷിക്കാൻ ഈ ഏട്ടന് കഴിഞ്ഞില്ല. അയാൾ മൗനമായി കണ്ണീർ വാർത്തു. ശ്രീദേവി ഉണ്ടായിരുന്നപ്പോൾ ശ്രീനന്ദയെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന സിന്ധുവിന് ശ്രീദേവിയുടെ മരണത്തോടെ ശ്രീനന്ദയോടുള്ള സ്നേഹം കുറഞ്ഞു വന്നു. അടുക്കളയിലെയും പുറത്തെയും ചെറിയ ചെറിയ ജോലികൾ അവളെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. അന്ന് ആ കുഞ്ഞിപ്പെണ്ണിന് അതൊക്കെ ഒരു രസമായിരുന്നു. പക്ഷേ പോകെ പോകെ ശ്രീനന്ദ വളർന്നു ഒരു സുന്ദരി പെണ്ണായി മാറിയതും സിന്ധുവിന് അവളോടുള്ള ദേഷ്യം കൂടിക്കൂടി വന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, തൻ്റെ 2 മക്കളേക്കാൾ അതീവ സുന്ദരിയാണ് ശ്രീനന്ദ. മുട്ടപ്പുള്ള ഇടതൂർന്ന മുടിയിഴകളും ഗോതമ്പിൻ്റെ നിറവുമായി പൊലുന്നനെ ഒരു പെണ്ണ്. സിന്ധുവിന് 2 മക്കളാണ്. മൂത്തയാൾ സംഗീത, ശ്രീനന്ദയേക്കാൾ 3 വയസ്സിന് മൂത്തതാണ്. രണ്ടാമത്തവൾ സാക്ഷി, ശ്രീനന്ദയേക്കാൾ 1 വയസ്സിന് ഇളയതാണ്. സിന്ധുവിൻ്റെ തനിപ്പകർപ്പാണ് 2 മക്കളും. അമ്മയെപ്പോലെ തന്നെ അസൂയയും കുശുമ്പും പകർന്നു കിട്ടിയ 2 മക്കൾ. അടുക്കളപ്പടിയിൽ കണ്ണീർ വാർത്തിരിക്കുവാണ് ശ്രീനന്ദ. ഓ, കൊച്ചു തമ്പുരാട്ടി എവിടെ ഇരുന്ന് കിനാവ് കാണുവാണോ? ഇനി പശുവിന് പുല്ലരിയാൻ നിന്റെ ചത്തുപോയി തള്ള വരുമോ? സിന്ധുവിൻ്റെ വാക്കുകൾ കേൾക്കെ തിളച്ച വെള്ളം ദേഹത്ത് വീണതുപോലെ ഒരു തോന്നലാണ് അവൾക്ക് തോന്നിയത്. ഡേ, എൻ്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ. സിന്ധുവിന് നേരെ കൈ ചൂണ്ടി ചീറിക്കൊണ്ട് ശ്രീനന്ദ ചെന്നു. പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? 4 വയസ്സുള്ളപ്പോൾ തൊട്ട് നിന്നെ തീറ്റിപ്പോറ്റി ഇത്രത്തോളം എത്തിച്ചതിന് നിന്നിത് കേൾക്കണം. ഞാൻ തീറ്റിയതും പോറ്റിയതുമായ കണക്കുകൾ മാമി പറയാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ 2 മക്കൾക്കും 3 നേരം സുഭിക്ഷമായി ഭക്ഷണം കൊടുത്തപ്പോൾ രാവിലെയും രാത്രിയും മാത്രം അമ്മാവനുള്ളപ്പോൾ എനിക്ക് നല്ല ഭക്ഷണം തന്നിട്ട് അമ്മാവനില്ലാത്ത ഉച്ചനേരങ്ങളിൽ നിങ്ങളുടെ 2 മക്കളും തിന്നതിൻ്റെ എച്ചിലൊരു പാത്രത്തിലാക്കി നിങ്ങൾ എന്നെക്കൊണ്ട് കഴിപ്പിച്ചിട്ടില്ലേ? അന്നൊക്കെ വിശന്നിരുന്നപ്പോൾ ഞാൻ ആർത്തിയോടെ ഇത് വാരിക്കഴിച്ചു. ആ ഓർമ്മയിൽ ശ്രീനന്ദയുടെ കണ്ടമിടറി. മാമനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ നല്ല തല്ലും. പോരാത്തതിന് സംഗീത ചേച്ചി പറയും തറവാട്ടിലെ പറമ്പിൻ്റെ അതിരി നിൽക്കുന്ന പൊട്ടക്കിണറ്റി തള്ളിയിടുമെന്ന്. അന്നത്തെ ചെറിയ പ്രായത്തിൽ അതൊക്കെ വിശ്വസിച്ചു. ആരോടൊന്നും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കും. വർഷങ്ങൾ പഴക്കമുള്ള ഓർമ്മകൾ അവളെ ശ്വാസം മുട്ടിച്ചു തുടങ്ങിയതും പുല്ലരിഞ്ഞിടാനുള്ള പ്ലാസ്റ്റിക് ചാക്കും പുല്ലരിവാളും എടുത്ത് പറമ്പിൻ്റെ അങ്ങേ അതിരിൽ മൂവാണ്ടൻമാവ് നിറയെ കായ്ച്ചു പഴുത്ത് കിടപ്പുണ്ട്. ഒരു ചാക്ക് നിറച്ച് പുല്ലരിഞ്ഞ ശേഷം അവൾ അവിടേക്ക് നടന്നു. പഴുത്ത മാങ്ങകൾ കിളികൾ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയായും അല്ലാതെയും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവൾ നല്ലത് നോക്കി 3-4 പെറുക്കിയെടുത്ത് മാവിൻ ചോട്ടിലേക്കിരുന്നു. കഴുകാനൊന്നും നിന്നില്ല. കയ്യിലിരുന്ന അരിവാൾ കൊണ്ട് തന്നെ മാങ്ങ മുറിച്ച് കഴിക്കാൻ തുടങ്ങി. കല്യാണത്തിന് എതിർത്തതുകൊണ്ട് ഇന്ന് ഉറപ്പായും രാത്രി അമ്മായി ഭക്ഷണം തരില്ല. രാത്രി വിശക്കാതിരിക്കാനുള്ള ശ്രീനന്ദയുടെ മുൻകരുതൽ കൂടിയാണിത്. മാങ്ങാ സീസണിന് മുമ്പ് ചാമ്പയ്ക്കയാണ്. പറമ്പിൽ 2 ചാമ്പമരമുണ്ട്. ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലെങ്കിലും അമ്മായി വെറുതെ വഴക്കുണ്ടാക്കാൻ വരും. വേറൊന്നിനുമല്ല, തന്നെ പട്ടിണിക്കിടണം. അതുമാത്രമാണ് അവരുടെ ഉദ്ദേശം. ഒരു പരിധിവരെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സിന്ധു തന്നെയാണ് എപ്പോഴും വിജയിക്കാറുള്ളത്. പഴയ കാല ഓർമ്മകളിൽ അവൾക്കുള്ളുനേറി.
+2 ആണ് ഈ കൊല്ലം. പരീക്ഷകൾക്കിനി കഷ്ടിച്ച് 2 മാസം. +2 പരീക്ഷ മര്യാദയ്ക്ക് എഴുതാതിരിക്കാൻ വേണ്ടി 18 വയസ്സ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ബ്രോക്കറെ വിളിച്ചു വരുത്തി. 10ാം ക്ലാസ്സിൽ 95% മാർക്കുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ? അവസാന SSLC പരീക്ഷയ്ക്ക് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത് അമ്മായിയുടെ തല്ലും കൊണ്ടാണ്. തല്ല് മാത്രമോ, മരിച്ചുപോയ അമ്മയെ വരെ ചീത്ത പറഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് രാവിലെ സ്കൂളിലേക്ക് പോയത്. പിന്നെ എങ്ങനെ പരീക്ഷ നന്നായി എഴുതും? അവൾ സ്വയം ആലോചിച്ചു. +2 പരീക്ഷയ്ക്ക് എങ്ങനെയെങ്കിലും ഫുൾ A+ വാങ്ങണമെന്ന് കരുതിയതാ. എന്തു വന്നാലും വാങ്ങണം. എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറണം. ഏതു വിധേനയും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടവൾ പുല്ലുചാക്കുമായി എണീറ്റു. ചാക്ക് പുറത്തേക്ക് താങ്ങിയതും വില്ല് പോലെ വളഞ്ഞു പോയവൾ സ്കൂൾ വിട്ട് നേരെ വന്നതാണ്. അപ്പോഴാണ് വിവാഹാലോചനയുമായി ബ്രോക്കർ വന്നത്. അതുകൊണ്ട് തന്നെ ഈ നേരം വരെ യൂണിഫോം മാറ്റിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. കൂട്ടുകാരി പാർവതി വൈകിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു പപ്സും നാരങ്ങ വെള്ളവും വാങ്ങിത്തന്നു. അതിൻ്റെ പച്ചയിലാണിപ്പോൾ തളർന്നു പോകാതെ നിൽക്കുന്നത്. അവൾക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം. അതുകൊണ്ട് തന്നെ കിളിക്കുഞ്ഞിന് കഴിക്കാൻ പാകത്തിലുള്ള ചോറ് അമ്മായി തന്നുവിടുമ്പോൾ അത് കഴിച്ച് തനിക്ക് വിശപ്പ് മാറില്ലെന്ന് സ്വയം മനസ്സിലാക്കി തനിക്ക് കൂടി വേണ്ടി ആഹാരം കയ്യിൽ കരുതുന്നവൾ. വീട്ടിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും അതിൽ നിന്നൊരു പങ്ക് എപ്പോഴും തനിക്കായി മാറ്റിവെക്കുന്നവൾ. എഴുതുന്ന ബുക്ക് തീർന്നാൽ പുതിയതൊന്ന് വാങ്ങാൻ ദിവസങ്ങളോളം അമ്മായിയുടെ പിന്നാലെ നടക്കണം. അമ്മാവനോട് പറഞ്ഞാൽ വാങ്ങിത്തരും. പക്ഷെ പിന്നീടത് സിന്ധുഅമ്മായിക്കും അമ്മാവനുമിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ തൻ്റെ ആവശ്യങ്ങൾ അമ്മാവനോട് പറയുന്നത് നിർത്തി. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തനിക്കതെല്ലാം കണ്ടറിഞ്ഞ് പാർവതി ചെയ്തു തരും. താൻ അവൾക്ക് തിരിച്ചു നൽകിയത് പറമ്പിൽ കായ്ച്ച ചാമ്പയ്ക്കയും നെല്ലിപ്പുളിയും പഴുത്ത മാങ്ങയും. അമൃത് പോലെ അതൊക്കെ വാങ്ങി കഴിക്കും അവൾ. ഡോക്ടർ ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവൾ. അവൾക്ക് മൂത്തത് ഒരു ചേട്ടനാണ്, പ്രവീൺ. പാർവതിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ വന്നപ്പോൾ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പ്രവീൺ MBBS ഫൈനൽ ഇയർ ആണെന്ന് പാർവതി പറഞ്ഞ് അവൾക്കറിയാം. ഒരുവിധം പുല്ലും ചുമന്ന് വീട്ടിലെത്തുമ്പോൾ അടുക്കളപ്പടിയിൽ തന്നെ നിൽപ്പുണ്ട് സിന്ധു. ഒരു ചാക്ക് പുല്ല് പറിക്കാൻ ഇത്രയും നേരം വേണോ? സിന്ധുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ശ്രീനന്ദ നേരെ അകത്തേക്ക് നടന്നു. കയ്യും കലാശവും കാണിച്ച് ആണുങ്ങളെ മയക്കിയെടുക്കാൻ തള്ളേക്കാൾ കേമിയാണ് നീയെന്നറിയാം. നിന്റെ അമ്മാവനെ വെറുതെ വിട്ടേക്കണേ മോളെ. എനിക്കും ഈ 2 പിള്ളേർക്കും അങ്ങേരേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ചോരയും നീരുമുള്ളൊരു പെണ്ണല്ലേ നീ. അങ്ങേര് ഒട്ടും മോശമല്ല. മുന്നോട്ട് നടന്നവൾ സിന്ധുവിൻ്റെ ആ വാക്കുകളിൽ സ്വിച്ചിട്ടതുപോലെ നിന്നു. കൊള്ളേണ്ടടുത്ത് കൃത്യമായി കൊണ്ടുവന്ന ആശ്വാസത്തിൽ ബാക്കി പറയാനായി തയ്യാറെടുത്ത് നിന്നു സിന്ധു. ഇതെല്ലാം കേട്ടുകൊണ്ട് അവരുടെ മക്കൾ 2 പേരും അടുക്കളയിലുണ്ട്. ശ്രീനന്ദ നിന്നിടത്ത് നിന്ന് സിന്ധുവിനരികിലേക്ക് തിരിഞ്ഞു നടന്നു. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് നാണമുണ്ടോ? സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച്, അതും അവരുടെ അച്ഛനെ. ഛേ! അവരെ അവജ്ഞയോടെ നോക്കി ശ്രീനന്ദ. നീ അമ്മയോടധികം ചൂടാകാനൊന്നും നിൽക്കണ്ട. ഇന്നലെ നിന്റെ ബർത്ത്ഡേക്ക് എന്തായിരുന്നു അച്ഛൻ്റെ സ്നേഹം? കെട്ടിപ്പിടിക്കുന്നു, നെറ്റിയിൽ മുത്തം തരുന്നു. ആർക്കറിയാം അതൊക്കെ ഏത് രീതിയിലാണെന്ന്. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളില്ലാത്തപ്പോൾ എങ്ങനായിരിക്കും? ഇളയവൾ സാക്ഷിയാണത് പറഞ്ഞത്. നിന്ന നിൽപ്പിൽ ഭൂമി കുഴിഞ്ഞ് താഴോട്ട് പോയെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. ഇതൊക്കെ കേൾക്കാനാണോ തൻ്റെ അമ്മ തന്നെ ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോയത്? ഒന്നും മിണ്ടാതെ കരയാൻ പോലും മറന്ന് ഉടലാകെ ഒരു തരിപ്പ് പടർന്നതുപോലെ അനങ്ങാൻ പോലും കഴിയാതെ ശ്രീനന്ദ നിന്നുപോയി. ഏറെ നേരത്തിനിപ്പുറം അവൾ മുറിയിലേക്ക് കയറിപ്പോയി. അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ മകളോട് കാണിക്കുന്ന സ്നേഹത്തിന് പോലും മറ്റ് അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നവർക്കിടയിൽ ജീവിക്കുന്നതിൽ നല്ലത് ആണെന്ന് അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ ജനൽപ്പടിയിൽ വെച്ചിരുന്ന നേർത്ത ബ്ലേഡിലേക്ക് നീണ്ടു. തുടരും. പുതിയ കഥയാണ്. സപ്പോർട്ട് ചെയ്യണേ.